യൂണിറ്റ് 3 അധ്യായം 3 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആമുഖമായി നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ, ഈ ചിത്രം നോക്കൂ. ഇതിൽ നിങ്ങൾക്ക് മരങ്ങളും പഴങ്ങളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ അതുപോലെ അരുവികളും ഒക്കെ അടങ്ങിയ ഒരു ചിത്രം കാണാം. അതിൻ്റെ താഴെ ഹറേക്ക് സഭി കെ ലിയേ സബ് ഹറേക്ക് കെ ലിയേ സുനേം പ്രകൃതി കി പുകാർ. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, അതാണ് ഹറേക്ക്, ഓരോരുത്തരും. സഭി കെ ലിയേ, സഭി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി. സബ് എല്ലാവരും, ഹറേക്ക് കെ ലിയേ ഓരോരുത്തർക്കും വേണ്ടി. അപ്പോൾ ഇവിടെ ഹറേക്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ, ഒരാളായിട്ട്. സഭി അതുപോലെ സബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന്. അപ്പോൾ ഒരു മനുഷ്യൻ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടിയാണ്, ഒരു സമൂഹം ഒരു മനുഷ്യന് വേണ്ടിയാണ്. അപ്പോൾ ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സംരക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രകൃതി നമുക്ക് വേണ്ടിയാണ്, നമ്മൾ പ്രകൃതിക്ക് വേണ്ടിയും നിലകൊള്ളണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. ആ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു കവിതയാണ് അകാൽ ഔർ ഉസ്കെ ബാദ്. നാഗാർജുൻ എന്ന് പറയുന്ന ഹിന്ദി സാഹിത്യകാരൻ്റെ കവിത. വളരെ പുരോഗമന ചിന്താഗതികളുള്ള വൈദ്യനാഥ് മിശ്ര എന്ന് പറയുന്ന കവിയുടെ തൂലികാനാമമാണ് നാഗാർജുൻ. അപ്പം നാഗാർജുൻ്റെ കവിത അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം. പല കാരണങ്ങൾ കൊണ്ട് ക്ഷാമം ഉണ്ടാവാം. ചിലപ്പോൾ വെള്ളപ്പൊക്കം കൊണ്ട് കൃഷി നശിച്ചിട്ട്, അല്ലെങ്കിൽ വരൾച്ച കാരണം, അല്ലെങ്കിൽ ഭൂകമ്പം, മഹാരോഗങ്ങൾ. നമ്മൾ ഇന്ന് കോവിഡ് എന്ന് പറയുന്ന മഹാരോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. പണ്ടുകാലത്ത് പ്ലേഗ്, വസൂരി എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ കാരണം. പിന്നെ കീടങ്ങളുടെ ആക്രമണം, പിന്നെ ഭൂകമ്പം, സുനാമി, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അകാൽ ക്ഷാമമുണ്ടായിരിക്കാം, വരും. അവർ ഉസ്കെ ബാദ്, അതിന് ശേഷവും. അപ്പോൾ ഈ കവിത 2 ഭാഗങ്ങളായിട്ടാണ് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് ക്ഷാമത്തെക്കുറിച്ചും രണ്ടാമത്തെ ഭാഗത്ത് ക്ഷാമത്തിന് ശേഷം ധാന്യങ്ങൾ വരുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കുടില്, സാധാരണക്കാരനായ ദരിദ്രനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്ഷാമവും ക്ഷാമത്തിന് ശേഷമുള്ള കാലവും എങ്ങനെ അവനെ സ്വാധീനിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കവിതയിൽ എവിടെയും മനുഷ്യരെക്കുറിച്ച് പരാമർശമില്ല. നിർജീവ വസ്തുക്കളായ അടുപ്പ്, ചൂൽഹയെക്കുറിച്ചും അതുപോലെ ചക്കി, അമ്മിക്കല്ല് അല്ലെങ്കിൽ അരകല്ല്, തിരികല്ല്, അതിനെക്കുറിച്ചും അതുപോലെ വീട്ടിൽ ജീവിക്കുന്ന കാനീക്കുത്തിയ, ഒറ്റക്കണ്ണൻ പെൺപട്ടി, പിന്നെയോ ചിപ്കലിയ, ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലി, പിന്നെ ചൂഹ, എലി, പിന്നെ പറയുന്നത് കൗവ എന്ന് പറഞ്ഞാൽ കാക്ക. ഇവയെക്കുറിച്ചൊക്കെയുള്ള സൂചനകളിലൂടെ ദരിദ്രരായ മനുഷ്യർ ഈ ക്ഷാമകാലത്ത് എങ്ങനെ കഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മളെ കാണിച്ചു തരുന്നു. മനുഷ്യരെക്കുറിച്ച് നേരിട്ട് പറയാതെ, പ്രത്യക്ഷമായി പറയാതെ, പരോക്ഷമായി സൂചിപ്പിക്കുന്നു. അപ്പം നമുക്കൊന്ന് നോക്കാം. കൈ ദിനോം തക്ക് ചുൽഹ റോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. കൈ ദിനോം തക്ക് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഇവിടെ 4 വരിയുടെയും ആദ്യം. കൈ ദിനോം തക്ക്, ഒരുപാട് ദിവസങ്ങളോളം എന്ന് പറഞ്ഞാൽ ക്ഷാമം 1-2 ദിവസമല്ല, എത്രയോ നാളുകൾ നീണ്ടു നിന്നു. ദീർഘസമയത്തക്ക് ബനി രഹി എന്ന് സൂചിപ്പിക്കാനാണ് 4 വരിൻ്റെയും തുടക്കത്തിൽ കൈ ദിനോം തക്ക് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. കൈ എന്ന് പറഞ്ഞാൽ ഒരുപാട്, ധാരാളം, ദിനോം ദിവസങ്ങൾ, തക്ക് വരെ, എത്രയോ ദിവസങ്ങൾ വരെ. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്, രോയ കരഞ്ഞു. എങ്ങനെയാണ് ഈ അടുപ്പ് കരയുക? അടുപ്പിൽ തീ കത്തിക്കുമ്പോഴും നല്ല പ്രകാശം ഉണ്ടാവും, തിളക്കം ഉണ്ടാവും അല്ലേ? നമ്മൾ ചിരിക്കുമ്പോഴും തിളക്കം ഉണ്ടാവും അല്ലേ? അപ്പോൾ അടുപ്പ് എത്രയോ നാളായി കത്തുന്നില്ല. കാരണം വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യാനുള്ള ധാന്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അടുപ്പ് വളരെ സങ്കടത്തോടെ കരയുന്നത് പോലെ തോന്നുന്നു. ചക്കി രഹി ഉദാസ്, ഉദാസ് രഹന എന്ന് പറഞ്ഞാൽ ദുഃഖിതമായിരിക്കുക, ദുഃഖിച്ചിരിക്കുക. ചക്കി എന്ന് പറഞ്ഞാൽ അരകല്ല്.
വീട്ടിൽ ധാന്യം ഉണ്ടാകുമ്പോൾ ആ ധാന്യം അരക്കാനും പൊടിക്കാനും ഒക്കെ അരകല്ല് ഉപയോഗിക്കുമ്പോൾ എപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ശബ്ദം വന്നുകൊണ്ടേയിരിക്കും അല്ലേ. ചുറ്റും ധാന്യമണികൾ വെളുത്ത നിറത്തിലുണ്ടാവും. അപ്പോൾ വളരെ സന്തോഷത്തോടെ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവും. പക്ഷേ ഇപ്പോഴേ വീട്ടിൽ ധാന്യമില്ല, ക്ഷാമകാലമാണ്. അതുകൊണ്ട് ഈ വീട്ടിലെ അരകല്ല് അല്ലെങ്കിൽ തിരികല്ല് പോലും ദുഃഖിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ഇവിടെ നിർജീവ വസ്തുക്കളായ ചൂൽഹ, അടുപ്പ്, ചക്കി, ഇത് രണ്ടും ജീവനില്ലാത്തവയാണ്. ഇവയിൽ മനുഷ്യ സ്വഭാവങ്ങൾ, മനുഷ്യൻ്റെ വികാരങ്ങൾ, രോന കരയുക, ഉദാസ് ഹോന ദുഃഖിക്കുക, ഈ മനുഷ്യ സ്വഭാവങ്ങൾ ആരോപിക്കുന്നതിലൂടെ അവയെ ജീവനുള്ള വസ്തുക്കളാക്കി മാറ്റിയിരിക്കുന്നു. ഇതിനെ മാനവീകരൺ എന്നാണ് ഹിന്ദിയിൽ പറയുക. മനുഷ്യ സ്വഭാവങ്ങൾ നിർജീവ വസ്തുക്കളിൽ ആരോപിച്ചുകൊണ്ട് അവയെ ജീവനുള്ള വസ്തുക്കളെ പോലെ ആക്കി മാറ്റുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കവിതയിൽ മനുഷ്യരെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ആ മനുഷ്യൻ്റെ സൂചന നമുക്ക് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന്, ചൂൽഹ രോന, ചക്കീക്ക ഉദാസ് രഹന, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കൈ ദിനോന്തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. കാനി കുത്തിയ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന്, ഒറ്റക്കണ്ണൻ പെൺപട്ടി എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാം. സോയി എന്ന് പറഞ്ഞാൽ ഉറങ്ങി, ഉൻകെ പാസ്, ഉൻകെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവയുടെ, ഏതൊക്കെ, ചൂൽഹയുടെയും ചക്കിയുടെയും അടുപ്പിൻ്റെയും അരകല്ലിൻ്റെയും അടുത്ത് ഉറങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഈ വരിയിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, നായ വളരെ ആത്മാർത്ഥതയുള്ള മൃഗമാണ്. ദാരിദ്ര്യകാലത്ത്, ക്ഷാമകാലത്ത് മനുഷ്യൻ സ്വന്തം വീട് വിട്ടു പോയാലും ആ മനുഷ്യരോടുള്ള ആത്മാർത്ഥത കാരണം ഭക്ഷണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ കാനി കുത്തിയ വീട്ടിൽ ചക്കിയുടെയും ചൂൽഹയുടെയും അടുത്ത്, അടുപ്പിൻ്റെയും അരകല്ലിൻ്റെയും അടുത്ത് കിടന്ന് അവിടെ ഉറങ്ങിപ്പോയി. മറ്റൊരു കാര്യം, വീട്ടിലെ ദാരിദ്ര്യ അവസ്ഥ ഈ നായയുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒറ്റക്കണ്ണനായ ക്ഷീണിച്ച ഒരു നായയെ ദരിദ്രന്മാർ മാത്രമേ വളർത്തൂ അല്ലേ. പണക്കാരാണെങ്കിൽ നിറയെ ജടയുള്ള രോമങ്ങളുള്ള നായകളെയാണ് വളർത്തുക. ആ നായകൾ ഒരിക്കലും ഭക്ഷണത്തിന് വേണ്ടി അടുപ്പിൻ്റെ കുണ്ടിൽ പോയിട്ടിരിക്കുക, അല്ലെങ്കിൽ അമ്മിക്കല്ലിൻ്റെ അടുത്ത് പോയിട്ടിരിക്കുക ഇല്ല. അപ്പോൾ ദരിദ്രമായ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. അടുത്തത്, കൈ ദിനോം തക് ലഗി ഭീത്ത് പർ ചിപ്കലിയോങ്കി ഗസ്ത്. ദിവസങ്ങളോളം ഭീത്ത് പർ ലഗി, ഭിത്തിയിൽ ആരംഭിച്ചു, ചിപക്കലി അല്ലെങ്കിൽ ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലികൾ, ലിസാഡ്, പല്ലികളുടെ ഗസ്ത് എന്ന് പറഞ്ഞാൽ ഉലാത്തൽ, പാച്ചൽ. എന്തിനാണ് ഈ പല്ലികൾ ചുമരമ്പിലെ കൂടെ, ഭീത്ത് ഭിത്തി, ദീവാർ ചുമർ പായുന്നത്? ഭക്ഷണം കിട്ടാത്തത് കൊണ്ട്. വീട്ടിലെ ആൾക്കാരുണ്ട്, ഭക്ഷണ സാധനങ്ങളുണ്ട്, അടുപ്പ് കത്തുന്നുണ്ട്, വിളക്ക് കത്തുന്നുണ്ടെങ്കിൽ ഒരുപാട് കീടങ്ങൾ ആ പ്രകാശത്തിന് ചുറ്റും വരും. അപ്പോൾ ആ കീടങ്ങളെ പിടിച്ചു തിന്നിട്ടാണ് ചിപ്പലികൾ, പല്ലികൾ വിശപ്പടക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ഷാമം കാരണം വീട്ടിൽ ഭക്ഷണ വസ്തുക്കൾ ഒന്നുമില്ല, എണ്ണ, വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല, അതുകൊണ്ട് വിളക്ക് കത്തിക്കുന്നില്ല, അതുകൊണ്ട് പ്രാണികളൊന്നും വരുന്നില്ല. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി പല്ലികൾ നെട്ടോട്ടമോടുന്നു. ഗസ്ത് കർത്തേ ഹേ, റോന്ത് ചുറ്റുന്നു, ഉലാത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. കൈ ദിനോന്തക്ക് ചൂഹോങ്കി ഭീ ഹാലത്ത് രഹി ശിക്കസ്ത് അല്ലേ. നമ്മളെ വീട്ടിൽ എലികളുണ്ടാവും. നമ്മളുടെ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളും ചിലപ്പോൾ നമ്മൾ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി വെച്ച ധാന്യങ്ങളൊക്കെ കട്ട് തിന്നാണ് എലികൾ ജീവിക്കുന്നത്. ആ ചൂഹ, എലി, ആ എലികളുടെ ഹാലത്ത്, അവസ്ഥയും വളരെ മോശമായി, പരാജയമായി. ശിക്കസ്ത്, പരാജയ്, ബുരി ഹാലത്ത് എന്നൊക്കെ അർത്ഥമുണ്ട്. കാരണം അവർക്കൊന്നും ഭക്ഷണം കിട്ടുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, നായ്ക്കൾ വീട് വിട്ടിട്ട് വേറെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി പോലെ കുറവാണ്. പക്ഷേ എലികൾക്ക് പോകാം. പക്ഷേ ഈ എലികൾക്ക് ഇവരെ താമസിക്കുന്ന വീട്ടിലും ഭക്ഷണമില്ല,